അത്? എനിക്ക് വേണം. എനിക്ക് വേണം. ഒന്ന് കാണിക്കുവോ? അയ്യോ എനിക്ക് വേണം. മീനൂട്ടിന് കൊടുക്കല്ലേ? തന്നു. അത് അവള് നോക്കട്ടെ. മീനൂട്ടാ ഞാൻ തുറന്നോട്ടെ അത്. അയ്യോ എന്തിന്? എന്റെ പെട്ടി കളഞ്ഞിട്ട് എനിക്ക് പെട്ടി തിരിച്ചിട്ടി. പെട്ടി കളഞ്ഞു പോയിട്ട് പെട്ടി തിരിച്ചു കിട്ടി. ആണ് ഈ പെട്ടിയോ? ഇതിൽ എന്താന്നൊന്ന് പറയോ? ഇത് ഈ പെട്ടി നിലത്ത് വെച്ചിട്ട് അതിൽ എന്നിട്ട് നേരെ ഉർവശീന്റെ ഡയലോഗ് പറയും. പണ്ട് പല്ല് തേച്ച ബ്രഷ്, ആദ്യമായിട്ട് മേടിച്ചെന്ന ബ്രഷ്, ആദ്യമായിട്ട് ഞാൻ എറിഞ്ഞ മാവേലെറിഞ്ഞ കല്ല്, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഈ ഡ്രസ്സും ബ്രഷും ഒക്കെ. പച്ച എന്തിനാ കുഞ്ഞു കരയുന്നേ? എന്റെ പെട്ടി കളഞ്ഞിട്ട് എന്റെ പെട്ടി തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയത് കൊണ്ടാണോ കരയുന്നത്? പെട്ടി നിലത്ത് വെച്ചിട്ടാണ് ഡയലോഗ് പറയാൻ. ഓ പെട്ടി നിലത്ത് വെക്കണം. മീനൂട്ട പെട്ടി നിലത്ത് വെക്ക്. അപ്പോഴേ അവർക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. അനി പറഞ്ഞോ. കണ്ണട മൂക്കിൽ ശരി, നിലത്തിരിക്കുക ചെയ്യണ്ടേ. എന്നിട്ട് ഈ പെട്ടി ഒന്ന് തുറക്കണം. ഈ പെട്ടി വെച്ചിട്ട് ഒന്ന് തുറക്കണം. എന്നിട്ട് നേരെ ഡയലോഗ് പറയണം. പറഞ്ഞോ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കറിയോ. അങ്ങനെ എന്നെ ചതിക്കാൻ ഇനി ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലവെളുപ്പുള്ള സാധനങ്ങളാ ഇതിന്റെ ഉള്ളില്. ആർക്കും ഇതിന്റെ വില മനസ്സിലാവൂല. എനിക്കറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അത്ര ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ എനിക്ക് എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങി തന്ന ബ്രഷ്. അത് കൊള്ളാമോ? കൊള്ളാം. ഇതെല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സിലെ പിറന്നാളിനമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ അത്. ഇതിനാ മരണം വില കളയൂല. കുഞ്ഞുടുപ്പ്. നമ്മുടെ തറവാട്ട് പറമ്പിന്റെ അതിലില് തേൻകീനൊരു മാവുണ്ടായിരുന്നെന്ന് ഞാൻ സുഖാരട്ടനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. ഒരു ദിവസം പടിക്കരങ്കളെ വീട്ടിൽ വന്നപ്പോൾ അതിന്റെ ഒച്ചിലൊരു മാമ്പഴം കണ്ടു. ഇറങ്ങി വെത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങയ്ക്കാണ് കല്ലങ്ങിട്ടുള്ളത്. ആ കല്ലത് എങ്ങനെയുണ്ട്? എന്നിട്ട് മാങ്ങ വീണു. അത് പടിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. ഇത്രയുള്ള ഡയലോഗ്. ഇത്ര എങ്ങനെ കണ്ടുപിടിച്ചു? അത്ര കണ്ടുപിടിച്ചു ഞാൻ. ഇനി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അല്ല, എണീക്കണോ? ഇനി എണീച്ചിട്ട് പെട്ടി അവിടെ വെച്ചിട്ട് നേരെ പാട്ട് പാടാൻ പോണം. ഓ എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലാനിങ് കേട്ടോ. വെൽ പ്ലാൻഡ്. ഞാൻ അടച്ചോളാം. എനിക്ക് അടയ്ക്കാനൊക്കെ അറിയാം. ഈ കണ്ണട എന്റെ അമ്മേന്റെ കൈ കൊടുക്കും. അയ്യോ അത് ശരിക്കും യാമിക്കുട്ടിയുടെ ഉടുപ്പായിരുന്നോ? ഇപ്പൊ ഇടാൻ പറ്റുന്ന ഉടുപ്പാണോ അത്? ഈ പെട്ടി കൊടുക്കണോ അമ്മയ്ക്ക്? ഈ പെട്ടി അവിടെ വെക്കാനാ എന്റെ അമ്മ പറഞ്ഞത്.